വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് പ്രിയ. കുറേ നാളായി ഞാനൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നത്തില്ലായിരുന്നു. ഒരു ഹെയർ കട്ട് ഇത്രയും ഒരു ട്രോമ എനിക്ക് തരുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല. സോ ഇന്ന് എൻ്റെ ഒരു വ്ളോഗ് കാണാം. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് എന്തോ ആണെങ്കിലും മുടി കഴുകണമെന്ന് വിചാരിച്ചു. അപ്പം മുടിയിൽ കുറച്ച് എണ്ണ തേക്കാം. എന്തോ ആണെങ്കിലും മുടി കഴിയുമ്പോൾ എൻ്റെ മുടി കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു മുടി കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് കറ്റാർവാഴയും ചെമ്പരത്തിത്താളിയും ഒക്കെ തേച്ചങ്ങ് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒരു ബ്ലോഗർ ഉണ്ടല്ലോ, സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി, ആ പുള്ളിക്കാരിയുടെ മുടി ഭയങ്കര ഫ്രിസിയാണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഫ്രിസ് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വ്ളോഗിൽ പുള്ളിക്കാരി പറഞ്ഞതാണ്, പുള്ളിക്കാരിയാണെങ്കിൽ കോക്കനട്ട് ഓയിൽ തലയിലും ഹെയർ ഇച്ചിരി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ തേക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ അങ്ങനെ സൺഫ്ലവർ ഓയിൽ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താ റിസൾട്ട്. നമ്മളൊരു അരമണിക്കൂർ എടുത്ത് തുണികളെല്ലാം അലക്കിയിരിക്കുന്നു. മൊത്തം വേർത്തു. എനിക്കിഷ്ടമല്ല എന്നെ വേർക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് വിരിക്കാം. നിങ്ങൾ ഈ വൈകുന്നേരമൊക്കെ തുണി അലക്കാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് അലക്കി നോക്കുക കേട്ടോ. ശരിക്കും ഒരു വാമപ്പും എങ്ങും ഇല്ലാത്തൊരു എനർജി നമുക്കിങ്ങനെ വരും. എല്ലാം അങ്ങ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ വേർക്കും. അതാണ് ഒരു പ്രശ്നം. ഇടയ്ക്ക് വൃത്തിയാക്കണം, കുളിക്കണം, തലയിൽ എന്തെങ്കിലും ഒരു പാക്ക് തേക്കണം, അത്രയൊക്കെ ഉള്ളൂ. കാണാം. ഓക്കെ, നമുക്കിന്നിവിടെ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇവിടെ എല്ലാം കുറച്ച് ഉറുമ്പുണ്ട്, നമുക്കതിനെ മറ്റേ ഉറുമ്പൊടി ഇട്ട് കൊല്ലാം. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ അതെൻ്റെ കൂടപ്പിറപ്പായി മാറിയിരിക്കുന്നു. അതെനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കുറേ നേരം കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പറയരുതെന്ന്. പറ്റത്തില്ല. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഉറുമ്പ് വന്നിട്ടുണ്ട്, അതിന് നമുക്ക് കൊല്ലാം ഉറുമ്പൊടി ഇട്ടാം. ഞാൻ ഇങ്ങനെ ഉറുമ്പൊടി ഇട്ട് കൊല്ലുന്നതിനോടൊന്നും അത്ര എനിക്ക് താല്പര്യമില്ല. പക്ഷേ നമ്മൾ മറ്റൊരു സാധനം നമ്മളെ ഉപദ്രവിക്കുവാണെങ്കിൽ അതിനെ കൊല്ലുന്നതിൽ തെറ്റില്ല അല്ലേ. നമ്മൾ ഒന്നിനെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കാതിരിക്കുക, നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മളതിനെ കൊല്ലുക എന്നാണ് ഇതുവരെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി. അങ്ങനെയല്ല, നമ്മൾ അതിന് ബുദ്ധിയില്ലല്ലോ, നമുക്കല്ലേ ബ്രെയിനുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഞങ്ങളുടെ പപ്പയാണെങ്കിൽ ഇവിടെ തിണ്ണയ്ക്ക് കിടക്കുന്നത്, ഇവിടെ ദിവാങ്കോട്ടിൽ TV കണ്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോൾ പപ്പയ്ക്ക് ആ കിടക്കുന്ന സൈഡിൽ ഒരു ജനലുണ്ട്, അവിടെ ഫുൾ ആ ഉറുമ്പുള്ളതുകൊണ്ട് പപ്പ എന്നും കടിക്കും. അപ്പോൾ പപ്പ അത് മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് പപ്പയെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൊന്നു കളയാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഉറുമ്പൊടി. ഇതാണ് ആ ജനൽ. ഈ ജനലിൻ്റെ അവിടെ വട്ടമിട്ട് നടക്കുന്ന ഉറുമ്പുകളെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പം ഇവരെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കാം. ഓക്കെ, അവിടെ എല്ലാം നമ്മൾ ഉറുമ്പൊടി ഇട്ടു. ഈ ഉറുമ്പൊടി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇട്ട ഉടനെ ചത്തുപോകും. അതാണ് അതിൻ്റെ ഒരു ഗുഡ് പോയിന്റ്. നമ്മൾ വൃത്തിയാക്കുമ്പം ജനലെല്ലാം തുറന്ന് ജനലിനകത്തെ പൊടിയെല്ലാം നമ്മൾ വൃത്തിയാക്കി ഫുൾ നമ്മൾ ഈ ചിലന്തി വരെ എല്ലാം അടിച്ച് ഡീപ്പ് ക്ലീൻ ആണ്. ഇത് തീരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വിൽ ട്രൈ.
ടയേർഡായി, ഭയങ്കരമായിട്ട് വിഷമെന്ന്, എനിക്ക് തലകറങ്ങും വല്ലാണ്ട് വന്നു. അപ്പം ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, നല്ല മാങ്ങ, നല്ല ടേസ്റ്റ്. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാങ്ങയില്ലേ, അതുപോലത്തെ മാങ്ങ, നല്ല ടേസ്റ്റ് അതിന്. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് തിന്നിട്ട് കുറച്ച് എനർജി ആയിട്ട് ബാക്കി. ഹലോ, ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 3 മണിയായി, ഫുള്ള് വൃത്തിയാക്കി. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ശരിക്കും ഇത്രയും നേരം ദേഹത്തെല്ലാം അഴുക്കായിരുന്നിട്ട് പെട്ടെന്ന് ഞാനൊന്ന് കുളിച്ചപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ ജനിച്ച പോലെ തോന്നുന്നു. അപ്പോൾ രാവിലത്തേൻ്റെ അത്ര എനർജി ഒന്നും എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ മുടി ഉണ്ടോ ഭയങ്കര കോഴിവാല് പോലെ ആയില്ലേ. അതെന്താണെന്ന് അറിയാം, ഇവിടുന്നേ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടെ ഉള്ളു തിക്ക്, ഇവിടോട്ട് മുടി ഇല്ലല്ലോ, മറ്റേ ലെയർ സ്റ്റാർട്ട് ചെയ്തില്ലേ ഇവിടെ നിന്നേ, അതാ. സോ ഇപ്പം ഞാൻ കാപ്പി എന്താ എനിക്ക് വയ്യ, അപ്പം ഞാൻ എന്തെങ്കിലും മുറുക്കൊക്കെ തിന്നാന്ന് ചോദിച്ചു. അപ്പോൾ അത് എടുത്തിട്ടോ കണ്ടോ. അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കാം.